എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പൈനാപ്പിൾ വെച്ചിട്ടുള്ളൊരു ജ്യൂസെന്നോ സ്മൂത്തിന്നോ ഒക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ജ്യൂസ് തയ്യാറാക്കുന്നത്. നല്ല റിഫ്രഷിങ്ങും ഒപ്പം നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു ജ്യൂസാണ്. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പം കൊടുക്കാൻ പറ്റിയ ഒന്നാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 2 കപ്പ് പൈനാപ്പിളാണ് ഞാൻ ഈ ജ്യൂസിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. നമ്മളിത് മിക്സിയിലോ അല്ലെങ്കിൽ ബ്ലെൻഡറിലോ ഒക്കെ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നത് പഴമാണ്. ചെറുപഴമോ അല്ലെങ്കിൽ റോബസ്റ്റ പഴമോ എടുക്കാം. ഞാനിവിടെ റോബസ്റ്റയാണ് എടുത്തിരിക്കുന്നത്. ഒരു റോബസ്റ്റ പഴം തന്നെയില്ല, പകുതിയിലും താഴെയുള്ളൂ. അപ്പോൾ അളവ് നോക്കുകയാണെങ്കിൽ ഏകദേശം 1/2 കപ്പ് അളവാണ് വരുന്നത്. ഒത്തിരി പഴത്തിൻ്റെ ടേസ്റ്റ് മുന്നോട്ടേക്ക് വരാതിരിക്കുന്നതാണ് നല്ലത്. ആ പൈനാപ്പിൾ തന്നെയായിരിക്കണം മുമ്പിൽ നിൽക്കുന്ന ടേസ്റ്റ്. പിന്നെ നമുക്ക് വേണ്ടുന്നത് തേങ്ങാപ്പാലാണ്. ആ തേങ്ങാപ്പാലും പഴവുമാണ് നമ്മുടെ ആ ജ്യൂസിനെ സ്പെഷ്യലാക്കുന്നത്. അപ്പോൾ 1.5 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് കട്ടി തേങ്ങാപ്പാലിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഞാൻ ഈ 1.5 കപ്പ് തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇനി മിക്സിയുടെ ജാറോ അല്ലെങ്കിൽ ബ്ലെൻഡറിലേക്കോ ഈ 3 ചേരുവകളും ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒപ്പം മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ തേൻ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ പൈനാപ്പിളിൻ്റെയും അതുപോലെ തന്നെ പഴത്തിൻ്റെയൊക്കെ മധുരം നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല മധുരമുള്ളതൊക്കെ ആണെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാനീ എടുത്തിരിക്കുന്ന പൈനാപ്പിളിന് വലിയ മധുരമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം പഴുപ്പിലുള്ള പഴം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒത്തിരി പഴുത്തു പോയ പഴം അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു ഏലക്കയാണ്. ഇത് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ആ ജ്യൂസിനൊരു പ്രത്യേക ഫ്ലേവർ കിട്ടും. ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുവാണ്. അപ്പം മിക്സിയിൽ ഇത്രയും തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ അടിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആദ്യം കുറച്ച് ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ബാക്കി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ജ്യൂസൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് അന്ന് അരിച്ചെടുക്കണം. അരിച്ചില്ലെങ്കിൽ നമ്മൾ കുടിക്കുമ്പം ആ പൈനാപ്പിളിൻ്റെ ചെറിയ തരികളൊക്കെ ഇങ്ങനെ വായിൽ കിട്ടും, അതത്ര സുഖം ഉണ്ടാവില്ല. പിന്നെ നമ്മളിത് മിക്സിയിലിട്ട് അടിക്കുന്ന കൂട്ടത്തിൽ വേണമെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ സെർവ് ചെയ്യുന്ന കൂട്ടത്തിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ അടിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതിനി സെർവിങ് ഗ്ലാസ്സിലേക്ക് പകർത്താം. അതിന് മുമ്പായിട്ട് ഇതിലേക്ക് ഒരു 3-4 ഐസ് ക്യൂബ്സ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് തണുപ്പോടെ കുടിക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. അതിലേക്ക് നമുക്ക് ഈ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 2-3 പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങൾ ഞാനിതിൻ്റെ മേലയിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒപ്പം ഒരു പുതിനയിലയൊക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. നല്ല അടിപൊളി കിടിലൻ ടേസ്റ്റിലുള്ള ജ്യൂസാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും എന്നിട്ട് എന്നെ അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയുന്നവരൊക്കെ ആയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യുക. ഒപ്പം ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം അടുത്തുള്ള ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്തേക്കണം. എന്നാലേ ഉള്ളൂ ഞാൻ പുതിയ റെസിപ്പീസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പോൾ വീണ്ടും വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.